ഹായ് ഫ്രണ്ട്സ്, ജമേഷ് ഷോയിലേക്ക് സ്വാഗതം. ജമേഷ് ഷോയുടെ ഈ പുതിയ എപ്പിസോഡിൽ ഞാനൊരു യാത്രയിലാണ്. ഞാൻ കൊച്ചിയിൽ നിന്ന് മാൽദീവ്സിലേക്ക് ഒരു യാത്ര പോവുകയാണ്. ഒരു 2 days ട്രിപ്പാണ്. ഇതൊരു വ്ളോഗിംഗ് സ്റ്റൈലിൽ ഷൂട്ട് ചെയ്ത് നിങ്ങളെ കാണിക്കാം എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. ഈ യാത്രയിൽ എൻ്റെ കൂടെ ചില വ്യക്തികളുണ്ട്, അവരെ നിങ്ങൾ പരിചയപ്പെടേണ്ടതാണ്. ഒന്ന്, എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് മിസ്റ്റർ സഹീർ ആണ്. സഹീർ ഈ യാത്രയിൽ നമ്മുടെ കൂടെ വരുന്നുണ്ട്. സഹീറിനെ ഒന്ന് പരിചയപ്പെടാം. ഹായ് സഹീർ. യെസ്. അപ്പം അതിന്റെ കൂടെ സഹീറിന്റെ വളരെ അടുത്ത സുഹൃത്തുക്കളായ 2 വിദേശ പൗരന്മാരാണ് നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്നത്. സഹീർ ചൈനയിലാണ് വർക്ക് ചെയ്യുന്നത്. സഹീറിന്റെ ചൈനയിലെ സുഹൃത്തുക്കളായിട്ടുള്ള വു ആൻഡ് മറ്റേയാളുടെ പേരെന്താണ്? സഹീർ മെലഡി. ഹായ് മെലഡി. പ്ലീസ് വിഷ് മൈ ഓഡിയൻസ്. യാ. സോ ഇവരുമായി ചേർന്നാണ് നമ്മൾ ഈ യാത്ര എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. യാത്രയുടെ കൂടുതൽ വിശേഷങ്ങൾക്കായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യൂ. മാൽദീവ്സിനെ കുറിച്ച് നല്ല ഇൻഫർമേഷൻസുമായി ഈ ഷോ തുടരുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ജമേഷ് ഷോയിലേക്ക് സ്വാഗതം. മാൽദീവ്സ് എന്ന് പറയുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ആണ് സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ കൂടെ അത് സത്യത്തിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ മുങ്ങിക്കിടക്കുന്ന ഒരു വലിയ പർവ്വതത്തിന്റെ മുകൾ ഭാഗമാണ് സത്യത്തിൽ ഈ മാൽദീവ്സ് എന്ന് പറഞ്ഞ് മാറിയിട്ടുള്ള ഈ ദ്വീപ സമൂഹം. ഏകദേശം 26 വ്യത്യസ്ത ഐലൻഡുകളും 1000-ഓളം കോറൽ ദ്വീപുകളും ചേർന്നതാണ് ഈ മാൽദീവ്സ് എന്ന് പറയുന്ന ദ്വീപസമൂഹം. ഇതിന്റെ വലിയ രസം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് സീ ലെവലിൽ നിന്നൊരു 4 അടി മാത്രമാണ് പൊന്തി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് രാജ്യമാണ്. ഈ രാജ്യത്തിലെ ഏറ്റവും ഹൈറ്റ് കൂടിയ സ്ഥലം എന്ന് പറയുന്നത് 2.5 മീറ്ററാണ് അതിന്റെ ഏറ്റവും ഹൈറ്റ് കൂടിയ ഏരിയ. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ഭൂപ്രദേശമാണ് ഈ മാൽദീവ്സ്. നമ്മൾ ഇന്ന് കൊച്ചി എയർപോർട്ടിൽ നിന്ന് 12:30-ക്കല്ലേ സഹീർ നമ്മുടെ ഫ്ലൈറ്റ്? എത്ര മണിക്ക് നമ്മൾ അവിടെ എത്തും? 2 മണിക്കൂറിനടുത്തുള്ള യാത്ര ഉണ്ട്. 2 ഡേ പാർക്ക് ചെയ്യണം. 250 ഉള്ളൂ പെർ ഡേ. 24 hours. ഹായ്. You got your luggage, right? ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ മാൽദീവ്സിൽ എയർപോർട്ടിന് പുറത്തേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മളെ പിക്ക് ചെയ്യാൻ ഹോട്ടലിൻ്റെ ആളുകൾ സാധാരണ എയർപോർട്ടിൽ വെയിറ്റ് ചെയ്യും. നമ്മൾ വരുമ്പോൾ അവരെ കണ്ടില്ലെങ്കിൽ അവർ നമ്മളെ മിസ്സാവുകയോ അവർ മിസ്സാവുകയോ ചെയ്താൽ നമ്മൾ ഈ കൗണ്ടറിൽ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഹോട്ടലിൽ വിളിക്കുകയും നമ്മളെ പിക്ക് ചെയ്യാനുള്ള ആളെ വിളിക്കുകയോ ചെയ്ത് നമ്മളെ കറക്റ്റായിട്ട് ഡയറക്റ്റ് ചെയ്ത് ഹോട്ടലിലേക്ക് പോകാനുള്ള സൗകര്യം ഇവർ ചെയ്തു തരും. നമ്മൾ ഹോട്ടൽ ബുക്കിംഗ് കഴിഞ്ഞു. ഇനി നമ്മൾ ഹോട്ടലിലേക്കുള്ള യാത്രയിലാണ്. നമ്മൾ
നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മാൽദ്വീപ്സ് എന്ന് പറയുന്നത് നിറയെ ദ്വീപുകൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഇവിടുന്ന് മറ്റൊരു ദ്വീപിലേക്കാണ് യാത്ര. അത് ബോട്ടിലാണ്. അത് നമ്മൾ ബോട്ടിലേക്ക് കയറുന്ന സമയത്ത് എൻ്റെ ബാഗ് എടുക്കാൻ സഹീർ മറന്നിരുന്നു. ഞാൻ ഈ ഷൂട്ടിങ്ങിൻ്റെ തിരക്കിൽ ബാഗ് സഹീറിനെ ഏൽപ്പിച്ചിരുന്നു. അദ്ദേഹം അത് മറന്നു. നമ്മൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. സോറി, താങ്ക് യു. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ മാൽദ്വീപ്സിലെ എയർപോർട്ടിൽ ഇറങ്ങി അവിടുന്ന് നമ്മുടെ റിസോർട്ടിലേക്ക് ഏറിയാദു എന്ന് പറയുന്ന റിസോർട്ടിലാണ് നമുക്ക് സ്റ്റേ ഉള്ളത്. മാൽദ്വീപ്സ് എന്ന് പറയുന്നത് ഒരുപാട് ദ്വീപുകൾ ചേർന്നിട്ടുള്ളതാണ്. കാരണം അവിടെ പ്രത്യേകിച്ച് വേറൊരു ടൗൺ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോയിട്ട് കാര്യമില്ല. മാൽദ്വീപ്സ് ദ്വീപ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ദ്വീപിലുള്ള റിസോർട്ടിലാണ് നമ്മൾ ഈ 2 ദിവസം സ്പെൻഡ് ചെയ്യാൻ പോകുന്നത്. ഈ റൂമിന് അല്ലെങ്കിൽ ഈ കോട്ടേജിന് ഏകദേശം എനിക്ക് തോന്നുന്നു 50,000 ഇന്ത്യൻ റുപ്പീസ് പെർ ഡേ വരും. അത് ഏകദേശം ഫുൾ പാക്കേജാണ്. 3 നേരത്തെ ഭക്ഷണം, എല്ലാ വാട്ടർ സ്പോർട്സ് എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് റിസോർട്ടിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ അതിൻ്റെ ഒരു ചെറിയ പിക്ചർ നിങ്ങൾക്ക് വന്നതാണ്. ആ റിസോർട്ടിൻ്റെ വ്യൂസിലേക്ക് പോകും. ഇപ്പോൾ കാണുന്നത് ചെറിയ പരൽമീനുകളെ പോലുള്ള കുറേ മീനുകൾ വേവ്സിന് മേലെ കൂടെ ചാടി പോകുന്നതാണ്.我就是放在那里不动，它自己会那个。നമ്മൾ ജസ്റ്റ് റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ നേരെ കാണുന്നത് കടലാണ്. തകർത്തു. ഹായ് ഫ്രണ്ട്സ്, റൂമിലേക്ക് എൻ്റർ ചെയ്തു നമ്മൾ. ഇത് കടലിനോട് ചേർന്ന് കിടക്കുന്ന റൂമാണ്. അത്യാവശ്യം നല്ല ഫെസിലിറ്റീസ്, വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള റൂമാണ്. അതിനൊക്കെ പുറമെ രാത്രിയാണെങ്കിലും പകലാണെങ്കിലും നമുക്ക് കടലിൻ്റെ അടുത്ത് കിടന്നുറങ്ങുന്നതിൻ്റെ ഒരു ഭംഗിയുണ്ട്.
got it? Wow. ഡിന്നറിൻ്റെ സമയമായി. 7 മണി മുതൽ ഡിന്നർ ഓപ്പൺ ആണ്. എന്തൊക്കെയാണ് ഐറ്റംസ് നോക്കാം. സീ ഫുഡ് തന്നെയാണ് ഏറ്റവും കൂടുതലുള്ളത്. മാൽഡീവ്സിലേക്ക് വരുമ്പോൾ സാധാരണ കേസിൽ നമുക്ക് ഏതെങ്കിലും റിസോർട്ടൊക്കെ ബുക്ക് ചെയ്ത് നമ്മൾ ഹോട്ടൽ ബുക്കിംഗ് വെബ്സൈറ്റുകൾ വഴി ബുക്ക് ചെയ്തൊക്കെയാണ് വരുന്നത്. അതെപ്പോഴും പലപ്പോഴും ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും. പക്ഷേ ഞങ്ങളിവിടെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാൽഡീവ്സിൽ ഏതെങ്കിലും ഒരു ചെറിയ ബജറ്റ് ഹോട്ടൽ ബുക്ക് ചെയ്യുകയും, കാരണം ഹോട്ടൽ ബുക്കിംഗ് ഇല്ലെങ്കിൽ നമുക്ക് ഇമിഗ്രേഷനിലൊക്കെ പ്രശ്നം വരും. അപ്പോൾ ഒരു ചെറിയ ഹോട്ടൽ ബുക്കിംഗ് എടുത്ത് നമ്മൾ മാൽഡീവ്സിൽ ഇറങ്ങി. എയർപോർട്ടിൽ ഇതുപോലുള്ള ഒരുപാട് കിയോഷ്കുകളുണ്ട്. ഈ കിയോഷ്കുകളിൽ ഏതെങ്കിലും അത് ഓരോരോ റിസോർട്ടുകളുടെയാണ്, ഓരോരോ ദ്വീപിലുള്ള റിസോർട്ടുകളുടെയാണ്. അപ്പോൾ ആ റിസോർട്ടിലെ ദ്വീപുകളെ നമുക്ക് അവരുമായിട്ട് സംസാരിച്ച് ബാർഗെയിൻ ചെയ്ത് നല്ല റേറ്റിൽ നമുക്ക് പാക്കേജുകൾ ഇവിടുന്ന് തന്നെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് റിസോർട്ടിലേക്ക് പോകാവുന്നതാണ്. അതാണ് കുറച്ചും കൂടി എക്കണോമിക്കലായിട്ട് തോന്നിയത്. നമ്മൾ നാട്ടിലിരുന്ന് വെബ്സൈറ്റ് വഴി ബുക്ക് ചെയ്യുന്നതിലും വളരെ കുറഞ്ഞ് നമുക്ക് എയർപോർട്ടിൽ വന്നാൽ ഈ കിയോഷ്കുകളിൽ നിന്ന് ബുക്ക് ചെയ്യാൻ പറ്റും. അതിൻ്റെ കൂടുതൽ വിശേഷങ്ങളാണ് അടുത്ത എപ്പിസോഡിൽ കാണാൻ പോകുന്നത്.